9ാം ക്ലാസ്സിലെ ഒരു ക്വസ്റ്റ്യനാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. കാൽക്കുലേറ്റ് ദ ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് ദ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വിത്ത് ഹൈറ്റ് 12 സെൻറ്റിമീറ്റർ. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ആകെ അറിയുന്ന ഒരു കാര്യം അതിൻ്റെ ഹൈറ്റ്. ഇതാണ് ഹൈറ്റ്. ഹൈറ്റ് 12 സെൻറ്റിമീറ്റർ ആണ് എന്നത് മാത്രമാണ് നമുക്ക് ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിനെ കുറിച്ച് അറിയുന്നത്. എന്നാൽ ഈ ഒരൊറ്റ കാര്യം തന്നിട്ട് അത് ഉപയോഗിച്ചുകൊണ്ട് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയയും പെരിമീറ്ററും നമ്മൾ കണ്ടെത്തണം. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ കുട്ടിക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് കാണാനുള്ള സൂത്രവാക്യമാണ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് കാണാനുള്ള സൂത്രവാക്യം എന്താണത്? h=√3/2a. ഇത് ബൈഹാർട്ടാക്കി വയ്ക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. ഇനി അടുത്ത വരിയിലേക്ക് വരുമ്പോൾ h എന്നത് ചോദ്യത്തിൽ തന്നതുകൊണ്ട് എച്ചിൻ്റെ സ്ഥാനത്ത് 12 12 കണ്ടോ, =ൻ്റെ നേരെ താഴെ √3/2a എന്നെഴുതുന്നു. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് അറിയാത്തത് a ആയതുകൊണ്ട് ഈ റൈറ്റ് സൈഡിനെ മുഴുവനും ലെഫ്റ്റിലേക്കും ലെഫ്റ്റ് സൈഡിനെ മുഴുവനും റൈറ്റിലേക്കും ഒന്ന് സ്ഥാനമാറ്റം ചെയ്യുന്നു. അതായത് √3/2a = 12 എന്ന് കിട്ടുന്നു. നെക്സ്റ്റ് ലൈൻ a കുട്ടികൾക്ക് നല്ലവണ്ണം മിസ്റ്റേക്ക് വരുന്ന ഒരു സ്റ്റെപ്പാണിത്. a എന്തെഴുതണം? ലെഫ്റ്റ് സൈഡിൽ √3/2 ഉണ്ട്. അതില്ലാതെ വെറും a എന്നാണ് ലെഫ്റ്റ് സൈഡിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ഈ √3/2 എന്ത് ചെയ്യും? വെറുതെ അങ്ങ് കളയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അതിനെ റൈറ്റ് സൈഡിലേക്ക് പറഞ്ഞു വിടണം. എന്നാൽ റൈറ്റ് സൈഡിൽ ആരുണ്ട്? 12 ഈസ് ദെയർ. റൈറ്റ് സൈഡിൽ 12 ഉണ്ട്. സോ അവിടെ റൈറ്റ് സൈഡിൽ ആദ്യമേ തന്നെയുള്ള 12 നമ്മൾ അവിടെ വയ്ക്കുന്നു. √3/2 ബൈയിൽ കിടക്കുന്ന 2 × 2 ആക്കുകയും ×3 ആക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 12 × 2/√3 = 24/√3 എന്ന് കിട്ടുന്നു. അതായത് ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ വൺ സൈഡ്. എന്തിനാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ വൺ സൈഡ് നമ്മൾ നോക്കുന്നത്? നമുക്ക് നമ്മോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഉത്തരങ്ങളെല്ലാം കണ്ടെത്തണമെങ്കിൽ വൺ സൈഡ് കിട്ടാതെ പറ്റില്ല. അതിനുവേണ്ടി നമ്മെ സഹായിക്കാൻ ആകെ ഒരു കാര്യമാണ് ചോദ്യത്തിലുള്ളത്, ഹൈറ്റ്. സോ ഹൈറ്റ് ഉപയോഗിച്ച് നമ്മൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ വൺ സൈഡ് കണ്ടുപിടിച്ചിരിക്കുന്നു. ബട്ട് 24/√3 എന്നാണ് ഒരു സൈഡ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ബൈയുടെ താഴെ ഇറാഷണൽ നമ്പർ വന്നാൽ നമ്മൾ ആ ഇറാഷണൽ നമ്പറിനെ മാറ്റിയിട്ടാണ് മുന്നോട്ടുള്ള ക്രിയകൾ ചെയ്യുക. അപ്പോൾ 24/√3 × √3/√3 എങ്കിലേ ഈ ഇറാഷണൽ അവിടെ നിന്ന് മാറിക്കിട്ടുള്ളൂ. സോ 24√3/√3 × √3 എന്ന് പറഞ്ഞാൽ അത് 3 ആണ്. സോ 24√3/3 that's equal to 3 and 24 cuts. We get 8√3 centimeter. സോ ഒരു സൈഡ് എന്നത് 24/√3 എന്ന് കിട്ടിയെങ്കിലും ഇറാഷണൽ നമ്പേഴ്സിനെ ഡിവൈഡഡ് ബൈ ഛേദമായി എഴുതാൻ സാധിക്കാത്തത് കൊണ്ട്, സാധിക്കില്ല എന്നൊന്നും പറയാൻ വയ്യ, പക്ഷേ കൺവീനിയൻസിന് വേണ്ടി നമ്മൾ 8√3 ആക്കി മാറ്റിയിരിക്കുന്നു. ഇനിയാണ് നമ്മൾ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ തുടങ്ങുന്നത്. ആദ്യം നമുക്ക് പെരിമീറ്റർ കണ്ടുപിടിക്കാം. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 3a ആണ്, അല്ലെങ്കിൽ a+a+a ബോത്ത് യു ക്യാൻ യൂസ്. സോ 8√3 + 8√3 + 8√3 = 24√3 സെൻറ്റിമീറ്റർ ആണ് പെരിമീറ്റർ. നൗ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് ടു ഫൈൻഡ് ദ ഏരിയ. അവിടെയും ഫോർമുല അറിയണം.
ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ മാത്രം ഒരു സ്പെഷ്യൽ ഫോർമുലയാണ്, അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് √3/4a². ഇത് കുട്ടിയുടെ മനസ്സിലുണ്ടായിരിക്കണം. പെട്ടെന്ന് എവിടെ നിന്നും നമുക്ക് ആലോചിച്ചെഴുതാൻ പറ്റില്ല. ഏരിയ ഓഫ് ആൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു √3/4a² ഈസ് ഈക്വൽ ടു √3/4 ഇൻറ്റു എയ്ക്ക് പകരം 8√3 ഇൻറ്റു 8√3. ഇവിടെ തന്നെ 4ഉം 8ഉം കട്ട് ചെയ്യുന്നു. പിന്നെ ബാക്കിയുള്ളത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 48√3 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടുന്നു. ദാറ്റ് ഈസ് ദ ഏരിയ ഓഫ് ദ ഗിവൺ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ. അപ്പോൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക, എന്തൊക്കെ ഫോർമുലകൾ അറിഞ്ഞാൽ മാത്രമാണ് ഈ ക്വസ്റ്റ്യനുമായി കുട്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റുക. ഒന്നാമത് ഹൈറ്റ് ഈസ് ഈക്വൽ ടു √3/2a എന്ന ഫോർമുല അറിഞ്ഞിരിക്കണം. പെരിമീറ്റർ ഈസ് ഈക്വൽ ടു സൈഡ് പ്ലസ് സൈഡ് പ്ലസ് സൈഡ് എന്ന ഫോർമുല അറിഞ്ഞിരിക്കണം. ഏരിയ ഈസ് ഈക്വൽ ടു √3/4a² എന്ന ഫോർമുല അറിഞ്ഞിരിക്കണം. താങ്ക് യു.